മാസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബുള്ള മാസമാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡിസംബർ മാസം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ക്രിസ്മസ് ട്രീ എല്ലാം നമ്മൾ എന്താ പറയുക കെട്ടിപ്പൂട്ടി എടുത്ത് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. മണി പ്ലാന്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീ വെക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് അതിനെ താൽക്കാലികമായി മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റിയിട്ടോ. പിന്നെ കുട്ടികളൊക്കെ വന്നതിന് ശേഷമാണ് അവർക്ക് റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പലപ്പോഴായിട്ട് നമ്മൾ പല സാധനങ്ങളായിട്ട് ഇങ്ങനെ വാങ്ങി സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന എല്ലാം കൂടിയാണ് നമ്മളിങ്ങനെ കെട്ടിപ്പൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ക്രിസ്മസും കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് കെട്ടിപ്പൂട്ടി വെക്കും. അതെല്ലാം എടുത്തത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ സാധനങ്ങളും കൂടി ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. സച്ച് ചെറിയൊരു അലമ്പായതുകൊണ്ട് അവൾ ഈ ഭാഗത്തേക്ക് ഒന്നും കാണുന്നില്ല. അത് കാരണം രണ്ടും കൂടി പെട്ടെന്ന് പറഞ്ഞ പോലെ അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഡെക്കറേറ്റ് ചെയ്യണം. പക്ഷേ പിന്നീട് അവളെ ഒന്ന് സോപ്പിട്ട് ഒന്ന് സെറ്റാക്കി ഒന്ന് കൂടെ കൂട്ടിയിട്ടോ. അപ്പം പിന്നെ ഉഷാറായി, രണ്ടാളും കൂടി അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ട്രീ എല്ലാം ഒരുവിധം ആക്കിയതിന് ശേഷം അതിന്മേ ഇടാനുള്ള കുറേ തൂക്കുകൾ ഉണ്ടല്ലോ, ബബിൾസും ഗിഫ്റ്റ് പോലത്തെ ഐറ്റംസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ റെഡിയാക്കാൻ നിന്നെ. കുറച്ചധികം തിരക്കുള്ള ദിവസങ്ങളാണ് കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഈ വീഡിയോ എടുത്ത ദിവസവും കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. ഡുങ്കുടുവിൻ്റെ ഫ്രണ്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ പെട്ടെന്നായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഡുങ്കുടു പിന്നെ ആ കുട്ടീനെ പിക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാനും സച്ചും കൂടിയാണ്. സച്ചുമാണ് ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങി. പിന്നെ ഞാനും കൂടെ കൂടിയില്ലെങ്കിൽ പിന്നെ തീരില്ല എന്ന് മനസ്സിലായി. അത് കാരണം അതെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ സാധനങ്ങളൊക്കെ ഒന്ന് അവിടെ വൃത്തിയാക്കിയതിന് ശേഷം ആ കുട്ടി വന്ന് അത് കഴിഞ്ഞ് പോയി. ഏകദേശം രാത്രി ആയപ്പോഴാണ് നമ്മൾ ലൈറ്റും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. പിള്ളേരൊക്കെ ഒരുവിധം കിടന്നുറങ്ങാനുള്ള പരിപാടിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ലൈറ്റ്സ് എല്ലാം ക്രിസ്മസ് ട്രീമെ ഫുള്ളൊന്ന് ചുറ്റിയിട്ടുണ്ടായിരുന്നു. ചുറ്റി ലൈറ്റ്സൊക്കെ ഒന്ന് ഇട്ട് എന്താ പറയുക ഫുള്ളായിട്ട് ആ ക്രിസ്മസ് ട്രീയുടെ വൈബ് ഇപ്പോഴാണ് വന്നത്. ലൈറ്റ്സ് വരുമ്പോഴാണല്ലോ ആ ഒരു വൈബ് വരുന്നത് അല്ലേ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് പിന്നെ ഒരു ലൈറ്റും കൂടി ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ വലിയൊരു ഡിബേറ്റ് നടക്കുകയായിരുന്നു. ഇങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട പല സജഷൻ പറഞ്ഞു നോക്കി. ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് ഇങ്ങനത്തെ വെറുതെ കൊണ്ടുവന്ന് അവിടെ ജനലിൽ വെച്ചു. തീരെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. പിന്നെ എന്താ പറയുക മിണ്ടാണ്ടങ്ങ് ഇരുന്നു എന്ന് മാത്രം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടി നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി വെക്കാനുള്ളതൊക്കെ വെച്ച് സാധനങ്ങളെല്ലാം ക്ലിയർ ഔട്ട് ചെയ്തതിന് ശേഷം ഫൈനലി നമ്മുടെ സ്റ്റാറും കൂടി അങ്ങ് തൂക്കിയിട്ടുണ്ട് കേട്ടോ. അതോടുകൂടി ക്രിസ്മസ് ട്രീയുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തൂക്കിക്കഴിഞ്ഞു. ഫൈനൽ സ്റ്റേജ് ആയപ്പോഴേക്കും പിള്ളേർ കിടന്ന് ഉറങ്ങിയിട്ടുള്ളതുകൊണ്ട് അവർക്കിത് കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നേരത്തെ ഇഷ്ടപ്പെട്ടില്ലെന്ന്. അതുകൊണ്ട് ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ദിവസം അതിനെ വലിയ കാര്യമായിട്ടൊന്നുമല്ല, അതിനും നമ്മുടെ പ്ലാൻസ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് തൂക്കി ഒരുവിധം കുറച്ചും കൂടി ഭംഗിയാക്കി എന്നാണ് എൻ്റെ വിശ്വാസം. വന്ന് കണ്ടപ്പോൾ സനവിനും ഇഷ്ടപ്പെട്ടു കേട്ടോ. സനവ് ഇല്ലാത്ത പ്ലാനാണ് എഴുതി ചെയ്തത്. ഇനി കുറച്ചും കൂടി ഐറ്റംസ് ഒക്കെ വാങ്ങി കുറച്ചും കൂടി സെറ്റപ്പ് ആക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞ് നമുക്ക് ഫുൾ ആയിട്ടുള്ളൊരു സെറ്റപ്പ് കാണാം കേട്ടോ.